ഹായ്, ഹലോ, നമസ്കാരം. സുഖമല്ലേ? അപ്പോൾ ഇന്നെൻ്റെ ഒരു അവധി ദിവസമാണ് കേട്ടോ. അപ്പോൾ സാധാരണ അവധി ദിവസത്തിൽ ഞാനൊരു 10 മണിക്കൊക്കെയാണ് ഉറക്കണീക്കാറ്. ഇന്ന് 8 മണിക്ക് തന്നെ എണീക്കേണ്ടി വന്നു. കാരണം അമ്മയെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോകണം. നെയ്യാറ്റിൻകര നിംസ് ഹോസ്പിറ്റലിലാണ് പോകുന്നത്. അപ്പോൾ ഒരു 10 മണിക്ക് ഞങ്ങൾക്ക് അവിടെ എത്തണം ഹോസ്പിറ്റലിൽ. എണീറ്റ ഉടനെ തന്നെ പോയി വണ്ടി കഴുകി. സോ അങ്ങനെ വണ്ടിയൊക്കെ കഴുകി വൃത്തിയാക്കി അതിനുശേഷം പോയി കുളിച്ച് ഫ്രഷായി ഡ്രസ്സൊക്കെ ചെയ്ത് അങ്ങനെ പോകാനായിട്ട് റെഡിയായി. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും റെഡിയായി. അമ്മ നേരത്തെ തന്നെ ഒരു 9 മണിക്ക് കുളിച്ച് കാപ്പിയൊക്കെ കുടിച്ച് റെഡി ആയിരിക്കുകയായിരുന്നു. ഞാനൊരു അല്പം ലേറ്റായി, കാരണം വണ്ടിയൊക്കെ കഴുകി വന്നപ്പോഴേക്കും ലേറ്റായി. അങ്ങനെ വണ്ടിയിലെല്ലാവരും കയറി. അമ്മ പ്രാർത്ഥിച്ച് അങ്ങനെ വണ്ടി നേരെ ആശുപത്രിയിലോട്ട് വിട്ടു. പോണ വഴിക്ക് അമരവള എത്തിയപ്പോഴേക്കും അവിടെ റെയിൽവേ ഗേറ്റ് അടച്ചിട്ടിരിക്കുകയായിരുന്നു. ഒരു ട്രെയിൻ പാസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഒരു 10:15 ആയപ്പോഴേക്കും ഞങ്ങൾ ഹോസ്പിറ്റലിലെത്തി. ഇതിപ്പോൾ ഞാൻ വണ്ടി പാർക്ക് ചെയ്യാനായിട്ട് പോവാണ്. അങ്ങനെ വണ്ടി പാർക്ക് ചെയ്തിട്ട് വന്നപ്പോഴേക്കും അമ്മയും അനുവും അവിടെ ബ്ലഡൊക്കെ ടെസ്റ്റിനായിട്ട് കൊടുത്തിട്ട് അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. റിസൾട്ട് കിട്ടാൻ ഒരു 12 മണിയൊക്കെ കഴിയും. സോ അങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് ഒരു 2 മണിക്ക് ശേഷം ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി തൊട്ടടുത്തുള്ള ഇറാനി ഹോട്ടലിൽ കയറി. അമ്മയും അനുവും ഒരു ഫിഷ് കറി മീൽസ് മേടിച്ചിട്ട് അത് ഷെയർ ചെയ്ത് കഴിക്കുകയായിരുന്നു. പിന്നെ ഒരു ഗ്രീൻ സലാഡ്, ഞാൻ 2 ചപ്പാത്തിയും പനീർ ബട്ടർ മസാലയാണ് വാങ്ങിച്ചത്. സോ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഒരു 3 മണിയൊക്കെ ആയപ്പോഴേക്കും ഞങ്ങൾ വീട്ടിലെത്തി. ഇനി 4 മണിക്ക് മോള് വരും സ്കൂളിൽ നിന്ന്. ഉച്ചയ്ക്ക് ഞങ്ങൾ പുറത്തുനിന്ന് കഴിച്ചതുകൊണ്ട് വൈകുന്നേരം അവൾ വരുമ്പോഴേക്കും അവളെ ഒന്ന് പുറത്ത് കൊണ്ടുപോകണം ഫുഡ് കഴിക്കാനായിട്ട്. ഞങ്ങളുടെ വീട്ടിനടുത്ത് കാരക്കോണത്ത് അവിടെ ഒരു പുതിയൊരു ഫുഡ് കോർട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ടൊന്ന് പോകണം. ഇതാണ് ആ ഫുഡ് കോർട്ട്.
ഒരു ഷവർമ പാനിപൂരിയും നോർമൽ പാനിപൂരിയും പിന്നെ ഒരു പ്ലേറ്റ് ബ്രെഡും സ്റ്റൂവും ചിക്കൻ സ്റ്റൂവും ഇത്രയും ഞങ്ങൾ ഓർഡർ ചെയ്തു. ഓർഡർ ചെയ്തൊരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ഫുഡെല്ലാം റെഡിയായി ടേബിളിൽ സെർവ് ചെയ്തു. മോൾക്ക് ഷവർമ പൂരിയാണ് നല്ലതുപോലെ ഇഷ്ടപ്പെട്ടത്. അവൾ വീണ്ടും ഒരെണ്ണം കൂടെ ഓർഡർ ചെയ്തു. അവൾക്കത് നല്ലപോലെ ഇഷ്ടപ്പെട്ടെന്നാണ് പറഞ്ഞത്. പ്ലീസ് ഒന്നുകൂടെ എടുത്ത് ഇനി മതി. ഇത് എനിക്ക് ചിക്കൻ സ്റ്റൂ നല്ലതുപോലെ ഇഷ്ടപ്പെട്ടു. അതിൽ ചിക്കൻ സ്റ്റൂവിലെ ചിക്കനെക്കാട്ടും എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടത് ആ ക്യാരറ്റും അതിലെ വെജിറ്റബിൾസാണ് എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ കുടിക്കാനായിട്ട് ഒരു ബ്ലൂ മിൻറ്റ് ലൈമും ഒരു കിവി ലൈമും കൂടെ ഓർഡർ ചെയ്തു. അതിൽ ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്, ഞങ്ങൾക്ക് 3 പേർക്ക് ഇഷ്ടപ്പെട്ട കിവി ലൈം നല്ലതുപോലെ ഇഷ്ടപ്പെട്ടായിരുന്നു. കിവി ലൈം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ അവിടുത്തെ ഫുഡെല്ലാം കഴിച്ച് എൻ്റെ ഒരു കസിൻ്റെ വീട്ടിൽ പോയായിരുന്നു. സോ അവിടെ പോയി ചായയും കുറേ പലഹാരങ്ങളൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞ് ഒരു 7 മണിയൊക്കെ ആയപ്പോഴേക്കും രാത്രി വീട്ടിലെത്തി. രാത്രി ഒരു 7 മണിയൊക്കെ ആയപ്പോഴേക്കും ഞങ്ങൾ വീട്ടിലെത്തി. അപ്പോൾ ഇനി കുറച്ച് സമയം എൻ്റെ സ്റ്റുഡിയോ, എനിക്ക് വീടിൻ്റെ മുകളിലൊരു ചെറിയൊരു ഹോം സ്റ്റുഡിയോ സെറ്റപ്പ് ഉണ്ട്. അവിടെ ഞാൻ കുറേ വർഷങ്ങൾക്ക് മുമ്പേ എഴുതിയ ഒരു പാട്ട്, ഞാൻ തന്നെ എഴുതി കമ്പോസ് ചെയ്ത ഒരു പാട്ട്, അതിൻ്റെ ഒരു ഓർക്കസ്ട്രേഷൻ ഞാൻ കുറേ കാലം കൊണ്ട് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് ഇപ്പോഴാണ് ടൈം സെറ്റായത്. ഞാനിന്ന് ഫസ്റ്റ് ബീജിയവും കൂടെ ആ പല്ലവി കൂടെ ഒന്ന് പാടി ഒന്ന് റെക്കോർഡ് ചെയ്തു.
യേശുനാഥായൻ പാപങ്ങളെല്ലാം പൊറുക്കേണമേ. അങ്ങനെ പാട്ടൊക്കെ പാടി റെക്കോർഡിംഗ് ഒക്കെ ചെയ്തതിന് ശേഷം വൈഫ് വന്ന് എന്നെ ചോറ് കഴിക്കാൻ വിളിച്ചു. അങ്ങനെ പോയി ചോറൊക്കെ കഴിച്ചിട്ട് ഇപ്പം മണി 10 ആയി. സോ അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.